ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് നല്ല സുഖം തന്നെ, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിന്ന് രാവിലെ തന്നെ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ കറിയും പത്തലെല്ലാം ഉണ്ടാക്കാൻ നിന്നാൽ സ്വബി നിസ്കരിച്ചിട്ട് പിന്നെ കുറച്ചിരിക്കാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് പിന്നെ രാത്രി ഉണ്ടാക്കിയ കറി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ, പത്തലോ ചപ്പാത്തിയോ അപ്പോ അങ്ങനെ എന്തെങ്കിലും. കറി ഇല്ലാത്ത ദിവസം ഞാൻ ഇതുപോലെ പഴംപൊരിയോ അല്ലെങ്കിൽ പുട്ടും പഴമോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കൽ. പഴംപൊരിയാണ് നമുക്ക് ഏറ്റവും ഈസി. പഴത്തിന് നല്ല പൈസയെന്നല്ല സൗദിയിൽ, എന്നാലും പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ ഈസി. പക്ഷെ പഴംപൊരി ഉണ്ടാക്കിയ പഴംപൊരി പുട്ട് ഇതൊന്നും മക്കൾ കഴിക്കില്ല. ദോശയപ്പോൾ പത്തലൊന്നും പ്രശ്നമില്ല. ഈ പുട്ടും പഴംപൊരിയും മക്കൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർക്ക് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കണം. പഴംപൊരിക്ക് ബീഫ് ഫ്രൈ എല്ലാം കഴിക്കുന്നവരുണ്ടല്ലേ. നമ്മൾ ഇതുവരെ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല, നമുക്ക് ശരിയാവില്ല. മധുരമുള്ള പഴംപൊരിൻ്റെ ഒക്കെ ബീഫ് ഫ്രൈ കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ കറി ഇല്ലാത്ത ദിവസമൊന്നും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത്. കുറേ ആൾ പിന്നെ പച്ചരി വെള്ളത്തിലിട്ട് അരച്ചതിന് ശേഷം പഴംപൊരി ഉണ്ടാക്കും. അതിൽ ഞാൻ മൈദപ്പൊടിയും മുട്ടയും പഞ്ചസാരയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമുക്ക് പച്ചരിയിൽ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി നോക്കും ഭയങ്കര ഹാർഡ്. ഇവിടെ അങ്ങനെ ശരിയാവില്ല, ഉപ്പാക്കുന്ന ഹാർഡ് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ ഫ്രൈ പാനിലാണ് ഇത് പഴംപൊരി ഉണ്ടാക്കല്. ഇതിന് മുമ്പ് ഒരിക്കൽ ചീനച്ചട്ടിയിലാക്കി വെക്കുമ്പോൾ നല്ല ശരിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ചീനച്ചട്ടിയിൽ നമുക്ക് കുറേ ഒന്നും ഇട്ട് കൊടുക്കാൻ കഴിയില്ല, 2-3 ഫ്രൈ ചെയ്യാൻ കഴിയും. ഇതിലാകുമ്പോൾ നല്ല ശരിക്കും ഉണ്ട പഴംപൊരി നമ്മളെ ചായക്കടയിൽ നിന്നെല്ലാം തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ പഴംപൊരി ആകുന്നുണ്ട്. ഫ്രൈ പാനിലാകുമ്പോൾ അങ്ങനെ ആകുന്നില്ല, മൈദപ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് പിന്നെ നല്ല പഴംപൊരി ആയി കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചീനച്ചട്ടിയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈ പാനിലാകുമ്പോൾ നമുക്ക് വേഗം തീരെ കുറേ ഒന്നിച്ചിട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ ചായ ഉണ്ടാക്കി ഉപ്പാക്ക് കൊണ്ടുപോകാൻ സാൻഡ്വിച്ച് ആക്കി കൊടുത്ത് പിന്നെ അങ്ങനെ മോൻ പറഞ്ഞു സലാഡ് മതി, ഇന്ന് കൊണ്ടുപോകാനൊന്നും വേണ്ടെന്ന്. ഇങ്ങനെ ഞാൻ ഓനിക്ക് കക്കിരിയും ഒരു ആപ്പിളും കട്ട് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ സാൻഡ്വിച്ച് വേണമെന്നൊക്കെ സാൻഡ്വിച്ച് ഉപ്പാക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് കൊടുത്ത്. നല്ല ചൂടല്ല, നല്ല ചൂട്. അതുകൊണ്ട് തന്നെ ഈ കക്കിരി ആപ്പിളും തന്നെ ഇങ്ങനെ നമ്മൾ കഴുകിയിട്ട് അങ്ങനെ വെള്ളത്തോടെ ഇട്ട് കൊടുത്താൽ പാത്രത്തിൽ നിന്ന് കേടാകുന്നു, ഒരു സോഫ്റ്റ് പോലെ ആകുന്നു. അതുകൊണ്ട് പിന്നെ തോർത്തി ഡ്രൈ ആയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചൂടാൻ AC ഉണ്ടെങ്കിലും ഇത് ചൂടായിട്ട് വേഗം കേടാകുന്നു, നല്ല ചൂട്. അങ്ങനെ ഇത് സാൻഡ്വിച്ചിന് ഞാൻ ചീസ് അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ ഫിലാഫിൽ സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഫിലാഫിൽ പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ സലാഡ് പിന്നെ ഒരു പിക്കിൾ കട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഞാൻ ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞാനും ചായ കുടിച്ച് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നിസ്കാരക്കുപ്പായ അടിക്കാനുണ്ടായിരുന്നു. നിസ്കാരക്കുപ്പായ നന്ന പഴയതുപോലെ അതിന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പെട്ടെന്ന് കേടായി പോയല്ലോ, 1 വർഷം കൊണ്ട് തന്നെ. ഞാൻ പിന്നെ ഇവിടുന്ന് റെഡിമെയ്ഡ് വാങ്ങില്ല. റെഡിമെയ്ഡ് നമ്മൾ നിസ്കാരക്കുപ്പായി വാങ്ങുമ്പോൾ നാട്ടിലെ പോലത്തെ വെളുത്ത മക്കനെയും ഇത് കിട്ടുന്നില്ല. അന്വേഷിച്ച് നോക്കി, ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, ഞാൻ നോക്കിയെടുത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇതുപോലത്തെ ഒരു തുണി ഉണ്ടായിട്ട് ഞാൻ നിസ്കാരക്കുപ്പായി അടിച്ച് നോക്കുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഞാൻ അടിച്ചത്. നിസ്കാരക്കുപ്പായ ലൂസായിട്ട് അടിക്കുന്നതല്ല, നല്ല ഞാൻ അടിച്ച് അടിപൊളിയായിന് കേട്ടോ. കയ്യെല്ലാം നല്ല ലൂസാക്കിയിട്ട് അടിച്ചാൽ നമുക്ക്
ഊരാനും ഇടാനെല്ലാം വേഗം ഈസിയാണല്ലോ. അതുകൊണ്ട് ഞാൻ കൈ നല്ലോണം ലൂസാക്കിയിട്ട് അടിച്ചു. പിന്നെ നമ്മളെ തുണിയോട് നമ്മൾ തന്നെ അടിക്കുമ്പോൾ നല്ല ഇഷ്ടംപോലെ തുണിയെടുത്ത് ലൂസാക്കിയിട്ട് അടിക്കാമല്ലോ. റെഡിമെയ്ഡ് വാങ്ങിയതാണെങ്കിൽ ഒരു ലെങ്ത്തും കുറയും ലൂസും കുറയും. അവരിങ്ങനെ കഷ്ടിച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളിയും നിസ്കാരങ്ങൾ കഴിഞ്ഞ് നിസ്കാരക്കുപ്പായ അലക്കി അത് ഉണങ്ങിയതിന് ശേഷം അതിനെ ഇട്ടിട്ട് നിസ്കരിച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഇലാസ്റ്റിക് ടൈപ്പായിരുന്നു ഫസ്റ്റത്തെ. അത് പഴയതായിട്ട് ഇങ്ങനെ ഒരു ലൂസാകുന്ന മാതിരിയുണ്ട്. ഇപ്പം പുതിയ നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് നല്ല സുഖമുണ്ട് നിസ്കരിക്കാൻ. അങ്ങനെ പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറ് നമുക്കൊരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ആ പിസ്സ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ തോർത്തിയ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാലാണെങ്കിൽ പിസ്സ ഉണ്ടാക്കണം തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഡിന്നറാക്കാൻ മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ പുറത്ത് പോയി വന്ന് ലേറ്റായിട്ട് എന്താ ഉണ്ടാക്കണ്ടേ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ദിവസമെല്ലാം നമുക്ക് ഇതുപോലെ തോർത്തിയ ഫസ്റ്റ് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടെ ഉണ്ടാക്കാം പിസ്സ അല്ലെങ്കിൽ സാൻഡ്വിച്ച്. ഞാൻ ഇതുപോലെ ഒരു 2-3 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് തോർത്തിയ. ഇതെങ്ങനെ ഉണ്ടാക്കൽ ഈസിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ലെങ്ത്ത് കൂടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് 2 ദിവസം മുന്നേ. അപ്പം വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. വീഡിയോ എടുത്താൽ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് കൂടുമല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ മതി, എളുപ്പത്തിൽ ഉണ്ടാക്കാം. മൈദപ്പൊടി നമ്മൾ 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ 1/4 കപ്പ് അതിൽ 10 മിനിറ്റിന് ശേഷം നമുക്കെടുത്തിട്ട് വീണ്ടും നന്നായി കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തി ചുട്ടെടുക്കുക. ചുടുമ്പം തന്നെ നമ്മൾ ഈ പാൻ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതുപോലെ വെളുത്ത തുറത്തിയ പിസ്സ സാൻഡ്വിച്ചിലാക്കാൻ നല്ലത്. അങ്ങനെ പിന്നെ ഞാൻ മൊസറല്ല ചീസ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് മൊസറല്ല ചീസാന്നല്ല നമുക്ക് പിസ്സക്ക് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ പുറത്തെടുത്ത് വെച്ചുകൊണ്ട് തന്നെ അത് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു കട്ട പിടിച്ച് മാതിരിയാവുമല്ലോ. 2-3 മിനിറ്റ് മുന്നേ നമുക്ക് ഇവിടെ പുറത്ത് എടുത്ത് വെച്ചാൽ മതി റൂം ടെമ്പറേച്ചറിൽ. അങ്ങനെ പിന്നെ പുറത്ത് എടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഈ പിസ്സ സോസ് മയോണീസോ അല്ലെങ്കിൽ ക്രീം ചീസോ അങ്ങനെ നമ്മുടെ അടുത്തുള്ളത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിസ്സക്ക് ആവശ്യമായ ഒലീവ്, പിന്നെ ക്യാപ്സിക്കം, ചിക്കൻ ഒന്ന് വേവിച്ച് ക്രഷ് ചെയ്തത്, ഇതെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ക്യാപ്സിക്കം, പിന്നെ മഷ്റൂം ഇവിടെ ടിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്ത് പിന്നെ നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്ത് പിന്നെ സോസ് ചില്ലി സോസ് അതിൻ്റെ മേലെ ഞാനൊരു 2 ടീസ്പൂണ് ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ആഡ് ചെയ്താൽ നമുക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ഇത് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മൾ മൊസറല്ല ചീസ് മാത്രം ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം കുക്കാവുന്നല്ലോ. ചിക്കനും നമ്മൾ ഈ പിസ്സൻ്റെ ഈ കുബൂസും എല്ലാം കുക്ക്ഡാവുന്നല്ലോ, അതുകൊണ്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം 10 മിനിറ്റ് കൊണ്ട്. പിസ്സ റെഡിയായി. എത്ര വേഗമായെന്നറിയോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈസിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ പിസ്സൻ്റെ ഈ തുറത്തിയെ റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റുള്ള ബോക്സിലാക്കി വെച്ചാൽ മതി തണുത്തതിന് ശേഷം. എന്നാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ പിസ്സ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ സ്കൂളിൽ പോകാൻ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഈ മൊസറല്ല ചീസിൻ്റെ മേലെ കുറച്ച് ചില്ലി സോസും ഒലീവ് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെച്ച് കേട്ടോ. പിന്നെ ഞാനിന്ന് കുറച്ച് വെജിറ്റബിൾ സൂപ്പും കൂടെ ആക്കുന്നുണ്ട് ഉപ്പാക്ക്. പിസ്സയും വെജിറ്റബിൾ സൂപ്പ് ഉപ്പാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ പച്ചക്കറി ഉണ്ട്, ഇത് ഞാൻ അധികം സൂപ്പിലിടാൻ യൂസ് ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് സൗദിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കൂസാന്ന് ഇതിനെ പറയുന്നത് കേട്ടോ. ഈ കൂസ ഫസ്റ്റ് എനിക്കറിയില്ല, ഇത് ഞാൻ ആദ്യം നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തിലൊന്നും എനിക്കിത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത് കണ്ടിട്ടേ ഇല്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും.
ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. പണ്ട് 20 വർഷം മുമ്പാണ് ഞാൻ പറയുന്നത്. അന്നേരം പിന്നെ എനിക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയായിട്ട് ഇത് ഇടയ്ക്കിടെയുമായിക്കൊണ്ടിരുന്നു. നമ്മളെ അന്നേരം ഞാൻ വന്ന ആദ്യത്തിൽ ഇത് വക്കാലി കിട്ടും, പച്ചക്കറികൾ സൗദികൾ യൂസ് ചെയ്യുന്ന പച്ചക്കറികൾ മാത്രം വക്കാലയിൽ കിട്ടുമായിരുന്നു. ഈ കൂസ, വഴുതിരിങ്ങ, പിന്നെ ഇതുപോലത്തെ ഒരു വണ്ണമുള്ള എരിവില്ലാത്ത പച്ചമുളക്, പിന്നെ സൗദി ബനാന, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വക്കാലി കിട്ടും. പിന്നെ ഞാൻ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പം തന്നെ വക്കാലയിൽ പച്ചക്കറി വെച്ചുകൂടാന്നുള്ള ഒരു നിയമം വന്നു. പിന്നെ നമ്മളെ നാടൻ പച്ചക്കറി കിട്ടണമെങ്കിൽ ബത്തയിൽ ദൂരെ പോകണം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ കറി വെക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം ഇത് വക്കാലി നോക്കിക്കൊണ്ടിരിക്കും. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വക്കാലുണ്ട്. അങ്ങനെ പിന്നെ എനിക്കറിയില്ലായിട്ട് ഞാൻ ചോദിച്ചത് എന്താ ചെയ്യേണ്ടത്, ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാലും പറഞ്ഞു ഇത് അറബികളെല്ലാം ഉണ്ടാവും. നോക്കുമ്പോൾ അറബികളെ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ അവരെ ഫുഡിലധികം കാണാം, കറിയിലായാലും പിന്നെ പാസ്തയിലായാലും. അങ്ങനെ പിന്നെ സൂപ്പിലെല്ലാം ഇടാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതിനെ കൊണ്ട് അറബികൾ നല്ലൊരു ഡിഷ് ഉണ്ടാക്കും. ഈ കൂസ ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്തൊരു ചോറ് ഫില്ല് ചെയ്യും. നമ്മൾ സാധാരണ ചോറല്ല, ഈജിപ്ഷ്യൻ റൈസ് വേവിച്ചിട്ട് നന്നായി വേവാതെ കുറച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് ആ റൈസ് ഫില്ല് ചെയ്യും. എന്നിട്ട് പിന്നെ സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വേവിച്ചിട്ട് അതിൽ സോസ് ഒഴിച്ചിട്ട് അവർ കഴിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് പീൽ ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ വെന്ത് വരുമ്പോൾ ഒരു പൊടിഞ്ഞ മാതിരിയാവും. ഒന്ന് ജസ്റ്റ് കത്തിയോടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അതിൻ്റെ മേലൊരു തറക്കുന്ന ഒരു സാധനം ഉണ്ടാവും, ഒരു ചെറിയൊരു പൊടി മുള്ളു പോലത്തെ. അതൊന്ന് ജസ്റ്റ് കത്തിയോടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രേ പണിയല്ലോ, പീൽ ചെയ്യൊന്നും വേണ്ട. വലിയ പീസാക്കിയിട്ട് തന്നെ ഞാൻ സൂപ്പിന് യൂസ് ചെയ്യൽ. നമ്മൾ ചെറിയ പീസാക്കിയാൽ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വലിയ പീസ് കൂസയും ക്യാരറ്റും അത്രേ ഇടുന്നില്ല. പിന്നെ വെജിറ്റബിൾ സൂപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ചിക്കനൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ചിക്കന് നമ്മൾ പിസ്സയിൽ ഇടുന്നുണ്ടല്ലോ, പിന്നെ എല്ലാം ചിക്കൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സൂപ്പിൽ തന്നെ ചിക്കൻ വിങ്സോ അല്ലെങ്കിൽ ബോൺലെസ് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ ഇടുന്നില്ല കൊണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് സവോള, പച്ചമുളക്, പിന്നെ പച്ചമുളക് ഇടുന്നില്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇടുന്നത്. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് പിന്നെ വെന്ത് റെഡിയായി കഴിഞ്ഞാൽ ഞാനിതിൽ സൂപ്പിൻ്റെ പൗഡർ വരുന്നുണ്ട് പാക്കറ്റ്, അത് വാങ്ങി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഓട്സോ ഇടുന്നില്ലെങ്കിൽ നമുക്ക് ചിക്കൻ്റെ മട്ടൻ്റെ സൂപ്പാണെങ്കിൽ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അല്ലെങ്കിൽ സൂപ്പിൻ്റെ പൗഡർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പിസ്സ റെഡിയായി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിസ്സ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഈസിയാണെന്ന്. പിന്നെ രണ്ടാമത്തെ പിസ്സ ഞാൻ ഒരാൾക്ക് ഹോട്ട് ഡോഗ് വേണമെന്ന് പറഞ്ഞ് പിസ്സയിൽ നമ്മളാരും കഴിക്കുമല്ലോ, ഒരു മോൻ മാത്രം എല്ലാവരും ഹോട്ട് ഡോഗ് ഇട്ട് കഴിക്കും. ഇന്നലെ നൂഡിൽസ് ആക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഹോട്ട് ഡോഗ് ഇടട്ടെ കട്ട് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഫ്രൈ ചെയ്യാത്ത ഹോട്ട് ഡോഗ് കാണുമ്പോൾ തോന്നലാന്ന്. ഞാൻ പറഞ്ഞു നീ വേറൊരു പാത്രം വാങ്ങിയിട്ട് അതിൽ കട്ട് ചെയ്തിട്ടോന്ന്, ഫ്രൈ ചെയ്യാണ്ടിരുന്നോണ്ട്. അങ്ങനെ അവനക്ക് ഈ ഹോട്ട് ഡോഗ് എല്ലാം ഇടണം, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒരു പിസ്സ ഹോട്ട് ഡോഗ് ഇട്ടിട്ടാക്കിയ. ഹോട്ട് ഡോഗും പിന്നെ ഈ സൈത്തൂനും ഒലീവും മറ്റേ ക്യാപ്സിക്കെല്ലാം ഇട്ടിട്ട് ഒന്നാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി പിസ്സ റെഡിയായി. നമുക്കിതുപോലെ കുബൂസ് ഇങ്ങനെ റെഡിയാക്കി വെക്കുക, കുബൂസല്ല തുറത്തിയാന്നിങ്ങനെ പറയല്, അതിങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റിലെ ബോക്സിലാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ പിസ്സ ഉണ്ടാക്കാം കേട്ടോ. മക്കൾക്കെല്ലാം പിസ്സ ആയിരിക്കുമല്ലോ ഇഷ്ടം. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണം. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ എൻ്റെ സൂപ്പ് റെഡിയായി, പിസ്സ റെഡിയായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. നല്ല അടിപൊളി പിസ്സയും നല്ല സൂപ്പും ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മഷ്റൂമും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, മഷ്റൂം ടിന്നിൽ വരുന്നതാണ്. ഇത്രയ്ക്കാണ് അടുത്ത വിശേഷങ്ങൾ.